ദിസ് ഈസ് നോട്ട് വാർ, ദിസ് ഈസ് ജനസൈഡ്. ഇത് യുദ്ധമല്ല, മറിച്ച് വംശഹത്യയാണ്. കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് വെറും യുദ്ധമായിട്ട് മാത്രം ഈ ഒരു ജനതയ്ക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് ഇത് അവിടെയുള്ള ഫലസ്തീനുള്ള പിഞ്ചു മക്കളെയും സ്ത്രീകളെയും അവിടെയുള്ള ജനതയെയും മാത്രം ലക്ഷ്യമിട്ട്, ഇസ്ലാമിനെ ലക്ഷ്യമിട്ട്, ഇസ്ലാം എന്ന ഒരു വലിയ സംഭവത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു വലിയൊരു പോരാട്ടം മാത്രമായിട്ടാണ് ഇസ്രായേലിലെ ഈ ഒരു ആക്രമണത്തെ നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ സെപ്റ്റംബർ 19 ദോഹയിൽ നടന്ന ഒരു അറബ് ലീഗും അതുപോലെ തന്നെ GCC അടങ്ങുന്ന കുറച്ച് സംഘടനകൾ അടങ്ങിയ ഈ ഒരു മീറ്റിംഗിൽ സമാധാനത്തിന് വേണ്ടി അവർ ശബ്ദിച്ചപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിലെ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ ഒരു മീറ്റിംഗിന്റെ അവസാന ഘട്ടത്തിൽ ആകാനിരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നേതാക്കൾ ഇസ്രായേലിന്റെ സൈന്യം നടത്തിയ അവിടെ ഖത്തറിൽ നടത്തിയ ഈ ഒരു ആക്രമണം വളരെ 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 വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇസ്രായേലിനോ അമേരിക്കക്കോ ഇതിനെ ഒരിക്കലും സമാധാനം കൊണ്ടുവരാനോ ഈ യുദ്ധം അവസാനിപ്പിക്കാനോ ഒരു ലക്ഷ്യമില്ല എന്നുള്ളതാണ്. കാരണം ഖത്തറിൽ അവർ 1900-ങ്ങളിൽ അവർ സ്വതന്ത്രമാകുന്ന സമയം മുതൽ അവിടെ നടന്നുകൊണ്ടിരുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി നോക്കി നടത്തിയത് അമേരിക്കയാണ്. ആ അമേരിക്ക അറിയാതെ ഒരിക്കലും ഇസ്രായേലിനോ മറ്റു രാജ്യങ്ങൾക്കോ അവിടെ വ്യോമാക്രമണം നടത്താനോ സാധിക്കുന്നില്ല. കാരണം ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇതിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. മുസ്ലിം രാജ്യങ്ങളെ മാത്രം മുസ്ലിമായതിന്റെ പേരിൽ മാത്രം നിരന്തരം ക്രൂശിക്കപ്പെടുന്ന ഒരു സമുദായത്തെയാണ് നമുക്ക് ഫലസ്തീനിൽ കാണാൻ സാധിക്കുന്നത്. മറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും കാലമായിട്ട് സ്വന്തം നാടിന് വേണ്ടി, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി മാത്രം വാദിച്ച, സ്വന്തം ജനതയെ സ്വന്തമെടുത്തണമെന്ന് മാത്രം ആഗ്രഹിച്ച് യുദ്ധം ചെയ്ത ഹമാസിന്റെ നേതാക്കളെയും ടെററിസ്റ്റ് എന്നും ഭീകരവാദികളെന്നും ഭീകരരെന്നും വിളിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള അധിക രാജ്യങ്ങളും നടത്തിയപ്പോൾ, ഇത്തരത്തിലുള്ള വാദം മുന്നോട്ട് വെച്ചപ്പോൾ ഇവർക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഇസ്രായേൽ നടത്തുന്ന ഈ ജനസൈഡ് അഥവാ വംശഹത്യയാണെന്നും അത് ഫലസ്തീൻ ഇത്രയും കാലം നടത്തിയത് സ്വന്തം ജനതയ്ക്ക് വേണ്ടിയുള്ള സ്വന്തം ജനതയെ സ്വന്തപ്പെടുത്താനുള്ള തേരോട്ടമാണെന്ന് മനസ്സിലാക്കാൻ 2 വർഷം എടുത്തു എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഇനിയും ഇസ്രായേൽ എന്ന ഈ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ നരഭോജികൾ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കാനാകില്ല. ഈ ഒരു സംഗമത്തിൽ ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.